ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ചത് 6 സൈനികർ. ആദ്യമായി പേരുകൾ പുറത്തുവിട്ട ഇന്ത്യ വീരമൃത്യു വരിച്ചവരുടെ പേരുകൾ ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ എഴുതി ചേർക്കും. മാസപ്പടി കേസിൽ ഇഡിയുടെ അന്വേഷണം ഒന്നാം പിണറായി സർക്കാരിലേക്കും. അന്വേഷണം എക്സാലോജിക്കിന് മാസപ്പടി നൽകാൻ കാരണമെന്തെന്നതിൽ വീണയുടെ മറുപടിയിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും ഇഡി കേന്ദ്രങ്ങൾ വീണയെ 3ാം തവണയും ചോദ്യം ചെയ്യും. മധ്യനയത്തിൽ കോൺഗ്രസിൽ ഭിന്നത തുടരുന്നു. ബജറ്റിലെ നികുതി നിർദ്ദേശത്തിൽ വിയോജിപ്പുണ്ട് എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി. ചർച്ച ചെയ്തേ നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. തെറ്റായാൽ തിരുത്തുമെന്ന് AP അനിൽകുമാർ. ജനശബ്ദം കേൾക്കുമെന്നാണ് വിശ്വാസമെന്ന് തിരുവഞ്ചൂർ. സർക്കാർ നീക്കം ദുരൂഹമെന്ന് MP ഗോവിന്ദൻ. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന വലിയ തലകൾ ഉരുളുന്നു. രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. ക്ഷേത്ര ട്രസ്റ്റിയായ അനിൽ മിശ്രയും രാജിവെച്ചു. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് 8 പേർ. ഉന്നതരുടെ പങ്കിനെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണെന്ന് പോലീസ്. വെനസ്വേലയിൽ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ മരിച്ചത് 235 പേർ. 4300-ലേറെ പേർക്ക് പരിക്ക്. 10,000-കണക്കിന് ആളുകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. വെനസ്വേലയ്ക്ക് സഹായമായി ഇന്ത്യൻ സംഘം തിരിച്ചു. ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ശബരിമല മേൽശാന്തി നിയമന ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കും. നിർദ്ദേശം നൽകി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ന്യൂസ് 18 വാർത്തയെ ആധാരമാക്കി ഔദ്യോഗിക പരാതി കിട്ടി. പരാതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിലെന്നും ദേവസ്വം മന്ത്രി. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. വിജയ് രാജിവെച്ച ട്രിച്ചി ഈസ്റ്റിൽ MK സ്റ്റാലിൻ സ്ഥാനാർത്ഥിയായി വരുമോ? തമിഴകത്ത് വൻ രാഷ്ട്രീയ ചർച്ച. MK സ്റ്റാലിൻ സഭയിലെത്തുമെന്ന് DMK നേതാവ് KN നെഹ്റു. അഭ്യൂഹങ്ങളോട് പ്രതികരിക്കാതെ സ്റ്റാലിൻ. തിരുവനന്തപുരം നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് UDF. നഗരസഭയിൽ ഭരണസ്തംഭനമെന്ന ആരോപണം. കോർപ്പറേഷനിലെ സംഘർഷത്തിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും CPM കൗൺസിലർമാർക്കുമെതിരെ കേസ്. കാപ്പ കേസ് പ്രതി കൗൺസിലർ സുഗതന് വേണ്ടി BJP കോടതിയിലേക്ക്. വിദേശ സംഭാവനാ നിയമത്തിലെ ചട്ടഭേദഗതിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ക്രൈസ്തവ സഭ. ഞായറാഴ്ച രാജ്യവ്യാപകമായി പ്രാർത്ഥനാ ദിനം. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ടു കാണാൻ അനുമതി കിട്ടാതെ സഭാ നേതൃത്വം. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടായേക്കും. മന്ത്രിമാരായ നിർമ്മല സീതാരാമനും ധർമ്മേന്ദ്ര പ്രധാനും മന്ത്രിസ്ഥാനം നഷ്ടമായേക്കും. മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ മന്ത്രിസഭയിലേക്ക്. പശ്ചിമേഷ്യ വീണ്ടും പുകയുന്നു. ഒമാൻ തീരത്ത് ചരക്ക് കപ്പൽ ആക്രമിച്ച് ഇറാൻ. സമാധാന കരാർ ലംഘിച്ച് ലബനനിലേക്ക് ആക്രമണം തുടർന്ന ഇസ്രായേൽ. വൈഭവ് സൂര്യവംശിയുടെ അന്താരാഷ്ട്ര അരങ്ങേറ്റത്തിന് കാത്തിരിക്കണം. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയുടെ ആദ്യ മത്സരത്തിൽ അവസരമില്ല. ടോസ് നേടി ഇന്ത്യ അയർലൻഡിനെ ബാറ്റിംഗിന് അയച്ചു. ലോക ഫുട്ബോൾ ഇനി ഗ്ലാമർ പോരാട്ടം. ഫ്രാൻസ് നോർവേയും ഉറുഗ്വേ സ്പെയിനെയും നേരിടും. കേപ്പ് വെർഡെ നേരിടാൻ സൗദി. ഈജിപ്തിന് ഇറാനും ബെൽജിയത്തിന് ന്യൂസിലൻഡും എതിരാളികൾ.